വട്ടിയൂർക്കാവ് സംഘർഷത്തിന് പിന്നാലെ കസ്റ്റഡിയിലെടുത്ത BJP പ്രവർത്തകരെ തല്ലിച്ചതച്ചിരിക്കുകയാണ് പോലീസ് ഗുണ്ടകൾ. ഒരാളുടെ കണ്ണിന് ഗുരുതര പരിക്കേറ്റു. BJP പ്രവർത്തകരെ തല്ലി മൃതപ്രായരാക്കിയത് ഇടിവണ്ടിയിലിട്ടാണ്. ഗുരുതരമായി പരിക്കേറ്റ BJP പ്രവർത്തകനെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് നേരെയും പോലീസിന്റെ ഭീഷണിയുണ്ടായി. വിനീഷും വീണയും ചേർന്നു. ആദ്യം വീണിലേക്ക് പോകുന്നു. വീണ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്തരത്തിലൊരു അക്രമം അല്ലെങ്കിൽ പോലീസിന്റെ ഗുണ്ടാരാജ് നമ്മൾ പണ്ട് മാത്രം കേട്ടിട്ടുള്ളതാണ്. ഒരു സിനിമകളിൽ മാത്രം കണ്ടിരുന്ന ആ ഒരു സംഘർഷം അല്ലെങ്കിൽ അത്തരത്തിലൊരു അക്രമം ഇപ്പോൾ തിരുവനന്തപുരത്ത് ഏറുമ്പോൾ അത് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാരണം ഇന്നല്ല ഇത് ഒരു തുടക്കം. ഇതിൻ്റെ തുടക്കം ഇന്നല്ല. കാരണം ഇത്രത്തോളം ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 1-2 മാസമായി വട്ടിയൂർക്കാവിലെ സ്റ്റേഷനിലെ പോലീസുകാർക്കെതിരെ നിരന്തരമായി BJP പ്രവർത്തകരടക്കം പരാതി നൽകിയിരുന്നു. ഇന്നലെ തന്നെ കണ്ടതാണ്. ഒരു സ്ത്രീ നീതിക്കായി സ്റ്റേഷനിലെത്തിയപ്പോൾ ആ നീതി നിഷേധിക്കപ്പെട്ടു. അതിന് പിന്നാലെ നീതി തേടിയെത്തിയവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കോൺഗ്രസിനും CPM-നും ഒത്താശ ചെയ്യുന്ന പോലീസിനെ കാണാൻ കഴിഞ്ഞു. അതിനെതിരെയാണ് ഇന്നലത്തെ പ്രക്ഷോഭമുണ്ടായത്. ആ പ്രക്ഷോഭത്തിൻ്റെ ബാക്കി പത്രമായിട്ടാണ് ഇന്ന് ഇത്തരത്തിൽ BJP പ്രവർത്തകരെ വളഞ്ഞിട്ട് ക്രൂരമായി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അവരുടെ ആരോഗ്യനില എത്രത്തോളം എങ്ങനെയുണ്ട്? ഒരാൾക്ക് നല്ല ഗുരുതര പരിക്കേറ്റു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും അമൽ, കഴിഞ്ഞ ദിവസത്തെ അതേ സംഭവങ്ങൾ തന്നെയാണ്. ആ നെട്ടയത്തുണ്ടായ സംഘർഷങ്ങൾ, അതിൽ ഒരു സ്ത്രീക്ക് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇരയാകേണ്ടി വന്നു. അതിൽ തുടർന്ന് പരാതി നൽകി. ആ പരാതി നൽകിയ സ്ത്രീയുടെ ഭർത്താവായ ബിനുവിൻ്റെയാണ് ക്രൂരമായി പോലീസ് മർദ്ദിച്ചിരിക്കുന്നത്. ബിനുവിൻ്റെ കണ്ണിനാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തോളലിനടക്കം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരമാസകലം വേദന അനുഭവപ്പെടുന്നു. പോലീസ് പിടികൂടിയതിനു ശേഷം ഈ ക്ഷേത്രത്തിൽ വെച്ച്, ഇടപ്പഴഞ്ഞി ക്ഷേത്രത്തിൽ വെച്ച്, സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വെച്ച് പിടികൂടിയതിനു ശേഷം ഈ ഇടിവണ്ടിയിലേക്ക് കയറ്റുകയും, ഇടിവണ്ടിയെന്ന് നമുക്ക് പറയേണ്ടി വരും, പോലീസ് വാനാണെങ്കിൽ പോലും ആ വാഹനത്തിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ആ വാഹനത്തിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. തുടർന്ന് AR ക്യാമ്പിൽ എത്തിച്ചു. AR ക്യാമ്പിൽ എത്തിച്ചതിന് ശേഷവും പോലീസ് വളഞ്ഞിട്ട് ആക്രമിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുടിവെള്ളം പോലും, അതായത് നിയമസഹായവും ഒപ്പം തന്നെ കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഉറപ്പാക്കണമെന്ന് ഈ 6 പേരും ആവശ്യപ്പെട്ടിട്ടും അത് ഉറപ്പാക്കിയിട്ടില്ല. തുടർന്ന് ശാരീരികപരമായി ബുദ്ധിമുട്ട് തോന്നി നമുക്ക് ആശുപത്രി പോകണം, അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് സ്ഥിതികൾ എത്തിയപ്പോഴാണ് പോലീസ് ഇങ്ങോട്ടേക്ക് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുവാനുള്ള കാര്യങ്ങളിലേക്ക് എത്തിയത്. എന്നിട്ട് പോലും ഇവിടെ എത്തിയ പ്രവർത്തകർ പറയുന്നുണ്ട്, ഗുരുതരമായി പരിക്കേറ്റ ഒരാളെയോ 2 ആളെയോ മാത്രമാണ്. എല്ലാവരും പോലീസിന്റെ ക്രൂരമായിട്ടുള്ള ആക്രമണത്തിനിരയായി വലിയ തരത്തിലുള്ള പരിക്കുകൾ ഉണ്ടായി. അവർക്ക് എല്ലാവർക്കും ചികിത്സ ഉറപ്പാക്കാതെ 1-2 പേരെ മാത്രമാണ് വാഹനത്തിന് പുറത്തേക്ക് ഇറക്കുവാനും ചികിത്സ ഉറപ്പാക്കുവാനും ഒക്കെ തയ്യാറായതെന്നുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അല്പസമയങ്ങൾക്ക് മുമ്പ് തന്നെ ക്രൂരമായി ഈ ഒരു ആക്രമണത്തിന് ഇരയായ ബിനു ജനം TVയോട് പ്രതികരിച്ചിരുന്നു. തനിക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളെക്കുറിച്ച് ബിനു വ്യക്തമായി പറഞ്ഞു. കുടിവെള്ളം നൽകിയില്ല. മണിക്കൂറുകളോളം ആ ക്ഷേത്രത്തിൽ നിന്ന് പിടികൂടി വാനിൽ വെച്ച് ക്രൂരമായി പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് മർദ്ദിച്ചു. തുടർന്ന് ആ AR ക്യാമ്പിൽ എത്തുന്ന നിമിഷം വരെ, അവിടെ എത്തിയതിനു ശേഷവും എത്തുന്നത് വരെയും ക്രൂരമായി മർദ്ദിച്ചു. അങ്ങനെ പോലീസ് ധരനായാട്ട് നടത്തിയെന്ന് പറയേണ്ടി വരും. ഗുണ്ടാരാജിന്റെ പ്രവൃത്തി തന്നെയാണ്. അത്തരത്തിലുള്ളൊരു മനുഷ്യത്വരഹിതമായിട്ടുള്ള കാട്ടാളത്ത മനോഭാവത്തോടു കൂടിയുള്ള ഒരു പ്രവൃത്തിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഒരു കൃത്യമായി പറയുന്നുണ്ട്, തനിക്കുണ്ടായ ആക്രമണവും തനിക്കൊപ്പം ഉണ്ടായിരുന്നവർക്ക് ഏൽക്കേണ്ടി വന്ന ഗുരുതരമായിട്ടുള്ള ആക്രമണങ്ങളെക്കുറിച്ചും കൃത്യമായി തന്നെ പറയുന്നുണ്ട്. നീതി തേടി പോലീസിന്റെ അടുത്ത് എത്തിയതാണ്. അത് ഇപ്പോൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ വാദി പ്രതിയാകുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് ചെന്നെത്തി എന്നുള്ളതാണ്. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബിനുവിന്റെ ഭാര്യയ്ക്ക് നേരെ ഉണ്ടായ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലീസിന്റെ അടുത്ത് ചെന്ന് പരാതി നൽകിയത് ബിനുവാണ്. ആ ബിനുവിനെ തന്നെയാണ് പോലീസ് ഇപ്പോൾ തിരഞ്ഞുപിടിച്ച് ആക്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ക്ഷേത്രത്തിൽ വെച്ചാണ്, ഈ ഇടപ്പഴഞ്ഞി ക്ഷേത്രത്തിൽ വെച്ചാണ് ഇത്തരത്തിൽ പോലീസ് പിടികൂടുന്നത്. വളരെ അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെ പിടികൂടുകയൊപ്പം തന്നെ അപ്പോൾ തന്നെ ആക്രമിക്കുന്ന തരത്തിൽ കോളറിന് കുത്തിപ്പിടിച്ചും വലിച്ചു പിടിച്ചുമൊക്കെ അവരെ വാഹനത്തിലേക്ക് വലിച്ചു കയറ്റുന്നു. തുടർന്ന് സംഘം ചേർന്ന്, പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് കൂട്ടമായി മർദ്ദിച്ചു എന്ന് പറയുന്നു. കുടിവെള്ളം പോലും നൽകിയില്ല, നിയമസഹായം നടപ്പാക്കിയില്ല എന്ന് കൂടിയാണ് പറയുന്നത്. ഗുരുതരമായി പരിക്കേറ്റവരാണ്. ഇപ്പോൾ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം മറ്റു പരിശോധനകളുടെയൊക്കെ ഫലം വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു മണിക്കൂർ ഈ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഏകദേശം 1 മണിക്കൂറോളം ആകുന്നു. ഡോക്ടർമാരെത്തി ഓരോ രോഗികളുടെയും 6 പേരാണുള്ളത്. 6 പേരുടെയും പരിശോധന നടത്തുന്നുണ്ട്. ബിനു, അതുപോലെ തന്നെ മോഹനൻ, അയ്യപ്പൻ, അഭിലാഷ്, ഇത്തരത്തിൽ തുടങ്ങി 6 പേർക്കാണ് ഇത്തരത്തിൽ പോലീസിന്റെ ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിന് ഇരയായത്. ഇവരെ ഈ പരിശോധനാ ഫലങ്ങൾ വന്നതിന് ശേഷം ഉടൻ തന്നെ ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെയുണ്ട്. പ്രവർത്തകരടക്കം നിരവധി പേർ ഈ ഒരു വിവരമറിഞ്ഞ് ഈ ഒരു ഒബ്സർവേഷൻ വാർഡിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൗൺസിലർമാർ, ഒപ്പം തന്നെ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ളവർ, പല സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ള പ്രതിനിധികളടക്കം ഇവിടേക്ക്
മേയർക്കുണ്ട്, ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ അടക്കമുള്ളവരുണ്ട്. ഇവരെ ഇവിടെ നിന്ന് ചികിത്സ ഉറപ്പാക്കുന്നതിന് കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഇവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി പേർ വിവരം അറിഞ്ഞിവിടെ എത്തി ബിനുവിനടക്കമുള്ള മറ്റു പ്രവർത്തകർക്കൊപ്പം നിന്ന് അവർക്ക് എന്താണ് ഉണ്ടായത്, അവർക്ക് എന്ത് മോശം അനുഭവമാണ്, ഇത്തരത്തിലുള്ള ക്രൂരതയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കുന്നുണ്ട്. ഡോക്ടർ ബിനുവിനെ പരിശോധിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചില കുറിപ്പുകളൊക്കെ അതിൽ രേഖപ്പെടുത്തുന്നുമുണ്ട്. ബിനുവിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുഭവപ്പെടുന്നത്, എന്തൊക്കെയാണ് ഉണ്ടായത്, എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്, ശാരീരികപരമായിട്ട് നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അക്കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ആശുപത്രിക്ക് പുറത്തും ഈ വിവരം അറിഞ്ഞ് നിരവധി പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്ന കാഴ്ചയുണ്ട്. ഒപ്പം തന്നെ വലിയൊരു പോലീസ് സന്നാഹത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ടെത്തിയപ്പോൾ ജനം TV അടക്കമുള്ള മാധ്യമ പ്രവർത്തകരെ ആശുപത്രിക്കകത്തേക്ക് പോലീസ് പ്രവേശിപ്പിക്കുവാൻ തയ്യാറായില്ല, കടത്തിവിടാൻ തയ്യാറായില്ല. ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കില്ല എന്ന് പോലീസ് കട്ടായം പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. തുടർന്ന് പ്രവർത്തകർ ഇടപെട്ടു. മാധ്യമ പ്രവർത്തകരടക്കം തങ്ങൾക്ക് വാർത്ത റിപ്പോർട്ട് ചെയ്യണം, ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ടെന്ന് ആവശ്യപ്പെടുകയും ആ നിലപാട് എടുത്തതിനെ തുടർന്ന് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ജനം TV ഇപ്പോൾ ഇവിടെ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ രോഗി കിടക്കുന്നതിന്റെ തൊട്ട് സമീപത്താണുള്ളത്. രോഗിക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് രോഗികൾക്ക് നൽകുന്ന ചികിത്സയൊപ്പം തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പ്രവർത്തകരോട് സംസാരിക്കുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വൈകാതെ തന്നെ ഇവരെ കൂടുതൽ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ മറ്റ് ആശുപത്രിയിലേക്കോ മാറ്റുമെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അമൽ. യെസ്.